ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മിസ് ഒരു സീക്രട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്താണ് മിസ് ഇന്ന് പറയാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സത്യസന്ധമായിട്ട് കേട്ടോ, നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എത്ര മണിക്കാണ് രാവിലെ എഴുന്നേൽക്കാറുള്ളത്. ഓക്കെ, അതിപ്പോഴായിക്കോട്ടെ, എക്സാം ടൈമിലായിക്കോട്ടെ, എപ്പോഴായാലും നിങ്ങൾ എഴുന്നേൽക്കുന്ന ടൈം നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതിനുശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവാം. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെല്ലാവരും എഴുന്നേൽക്കുന്ന ആ ഒരു ടൈം. ഓക്കെ, അപ്പോൾ മിസ് ആദ്യമേ പറഞ്ഞൊരു സീക്രട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലേ. അപ്പം ഈ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മളെല്ലാവരും പല സമയത്താണ് എഴുന്നേൽക്കാറ് അല്ലേ. നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നത് ഇപ്പം മിസ്സാണെങ്കിൽ കൂടി പല സമയത്താണ്, എല്ലാ ദിവസവും ഒരേ സമയത്തല്ല എഴുന്നേൽക്കാറ്, പല സമയത്തായിരിക്കും. ചിലപ്പോൾ 8 മണിയായിരിക്കും, ചിലപ്പോൾ 9 മണിക്കായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ, വർക്കിംഗ് ഡേ അല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മണി 11 മണി, അതിങ്ങനെ കൂടിക്കൂടി പോകും അല്ലേ. പല സമയങ്ങളിലാണ് നമ്മൾ എഴുന്നേൽക്കാറ്. അപ്പോൾ ഈ പല സമയങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കുമ്പം ഇപ്പം നമ്മളുടെ എക്സാമിന് നമ്മൾ എഴുന്നേൽക്കും. ചിലപ്പോൾ നമ്മളൊരു 12 മണിക്കൊക്കെ എഴുന്നേൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 11 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നല്ല ടൈം, ഒരു ഏറ്റവും ബെസ്റ്റ് ടൈം ശരിക്കും കഴിഞ്ഞു പോയി. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പം ഒട്ടും താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. കാരണം മിസ്സ് പറയാൻ പോകുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിയല്ല, 7 മണിയല്ല, 8 മണിയല്ല. മിസ്സ് പറയാൻ പോകുന്ന ടൈം ഒരു 4 മണിയുടെയും 5:30യുടെയും ഇടയിലാണ്. AM ആണേ, വൈകുന്നേരം അല്ല. ഓക്കെ, അപ്പം 4 മണിയുടെയും 5:30യുടെയും ഇടയിൽ ഇതാണ് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്കായാലും ആർക്കായാലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൈമിനെ നമ്മൾ ബ്രഹ്മമുഹൂർത്ത എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ടാണ് ഈ ടൈമിനെ നമ്മൾ ബ്രഹ്മമുഹൂർത്ത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ കുറേ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയൊക്കെ പ്രെയർ ടൈം എന്ന് പറയുന്നത് ഈ ഒരു സമയമാണ്, 4 മണി 5:30യുടെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾ എപ്പം നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം എന്ന് നമ്മൾ പറഞ്ഞ് ചെയ്യുന്നത് ഈ ഒരു സമയത്തായിരിക്കും. ഈ സമയമാണ് നമ്മളുടെ ബ്രഹ്മമുഹൂർത്തം. അപ്പം ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്? പ്രത്യേകിച്ച് ഇപ്പം നമ്മളുടെ എക്സാം ടൈമൊക്കെ ആണല്ലേ, നമുക്ക് ഈ സമയമൊന്നും കളയാനൊന്നുമില്ല. ഉള്ള സമയത്ത് ഏറ്റവും വൃത്തിയായിട്ടും വളരെ അറ്റൻഷനോട് കൂടിയും കോൺസെൻട്രേഷനോട് കൂടിയൊക്കെ പഠിക്കാൻ എങ്ങനെയാണ് പറ്റുക, അതാണ് മിസ് ഈ വീഡിയോയിൽ പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് വേക്കിംഗ് അപ്പ് ഏർലി. ഓക്കെ, അപ്പം മിസ് ആദ്യമേ പറഞ്ഞു, ഈ ഒരു ടൈമിനെ കുറിച്ച് കുറേ പേർക്കൊക്കെ അറിയാം. അതായത് നമ്മളുടെ ഈ ഒരു 4 മണി 5:30 ഈ ഒരു സമയത്തിനെ കുറിച്ച് കുറേ പേർക്കെങ്കിലും അറിയാം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ സമയം ചൂസ് ചെയ്യുന്നത്, രാവിലെ എഴുന്നേൽക്കുന്നത്, ഈ സമയത്ത് എഴുന്നേൽക്കണം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോൾ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞിട്ട് നമ്മളോട് പറയാം, അച്ഛനോടും അമ്മേനോടൊക്കെ നമ്മളെ വിളിക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ ആ സമയമാകുമ്പോൾ എഴുന്നേൽക്കില്ല. മതി എന്ന് പറഞ്ഞ പുതപ്പ് ഒന്നുകൂടി മൂടി പുതച്ച്, ആ ഒരു തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി മൂടി പുതച്ച് ഉറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന് ബാത്റൂമിലൊക്കെ പോയി രണ്ടാമതും ഉറക്കം തുടങ്ങാൻ പറ്റിയൊരു സമയമായിട്ടായിരിക്കും നിങ്ങൾ ഇതിനെ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ വെളുപ്പാങ്കാലത്ത് വെച്ച് ചില സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി നമ്മളുടെ ഉറക്കം സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയം കൂടിയായിരിക്കും ഇത്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വേസ്റ്റ് ചെയ്യുന്നത്. കാരണം മിസ് നേരത്തെ പറഞ്ഞു, ഈ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രഹ്മമുഹൂർത്ത എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയം എന്തിനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഈ ഒരു ബ്രഹ്മമുഹൂർത്ത എന്ന് പറയുന്ന ഈ ഒരു 4 മണി 5:30 സമയം എന്ന് പറയുന്നത് നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉള്ള 1.5 മണിക്കൂർ മുൻപുള്ള ഒരു സമയമാണ്. ഇത് ശരിക്കും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നമ്മളുടെ അറ്റ്മോസ്ഫിയർ, നമ്മളുടെ ചുറ്റുപാടും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്തം. അപ്പം ഒന്നും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചുറ്റുപാടും നമ്മളെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കൂടെ നിൽക്കുന്നത് പോലെയാണ് ഈ സമയം. കാരണം ഫുൾ ഓഫ് പോസിറ്റീവ് എനർജി ആയിരിക്കും. ഈ സമയമാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇത്.
അതുമാത്രമല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും സ്കിൽസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ സമയമാണ് നമ്മൾ ചൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് സ്കില്ലും ആയിക്കോട്ടെ, അത് പഠിക്കാൻ പോലും ഈ ഒരു ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. നമ്മുടെ പ്രയർ ടൈം ഈ ടൈമാണ് അല്ലേ. ആൻഡ് നിങ്ങൾ ഹെൽത്ത് പ്രാക്ടീസസ്, ഇപ്പോൾ യോഗയൊക്കെ ചെയ്യുന്നവർ, എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ടൈമാണ് ചൂസ് ചെയ്യുക. കാരണം എന്താണ്, ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നവർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരും ഉച്ചയ്ക്ക് ഇറങ്ങി നടക്കുന്നത് നിങ്ങൾ കാണാറില്ല അല്ലേ. ആ ഒരു രാവിലെ, ആ ഒരു പുലർച്ചെ സമയത്താണ് എല്ലാവരും ഹെൽത്ത് പ്രാക്ടീസസ് ഒക്കെ ചെയ്യും. അപ്പോൾ മിസ്സാണെങ്കിലും നിങ്ങളെപ്പോലെ ഈ സമയത്ത് എഴുന്നേൽക്കാറേ ഇല്ലായിരുന്നു. ഇപ്പോഴും എഴുന്നേൽക്കാറില്ല. പക്ഷേ മിസ്സിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയത്ത്, അതായത് മിസ് PG പഠിക്കുന്ന സമയത്താണ് മിസ്സിന് ഈ സീക്രട്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലായത്. അപ്പോഴേക്കും മിസ് ഒരുപാട് വൈകിപ്പോയല്ലേ. മിസ് എന്തായി, മിസ്സിൻ്റെ 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തി. അപ്പോൾ ആണ് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോയത്. അപ്പോൾ നിങ്ങൾക്ക്, അതായത് മിസ്സിൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ വേസ്റ്റായി പോകാൻ പാടില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഇനി എത്രയോ പഠിക്കാനുണ്ട്, എത്രയോ നല്ല ഫ്യൂച്ചറിൽ എത്തേണ്ട കുട്ടികളാണ്. അപ്പോൾ അതിലേറ്റവും ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു സീക്രട്ട് ടൈമിനെ കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഓൾ സെറ്റ്, അല്ലെങ്കിൽ ഒരു പകുതി സെറ്റാവും. ഓക്കെ. അപ്പോൾ മിസ്സിൻ്റെ എക്സാം ടൈമിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് രാത്രി ഫുള്ളിരുന്ന് പഠിക്കാനൊക്കെ നോക്കി. നമ്മൾ ആ എക്സാം ടൈം കൂടി ആകുമ്പോൾ നമുക്ക് കുറച്ച് പഠിക്കുന്ന അത് കൂടുമല്ലേ, നമ്മൾ കുറേ നേരം ഇരുന്ന് പഠിക്കും. അപ്പോൾ മിസ് ഇങ്ങനെ പഠിക്കാനിരുന്നു, കുറേ പഠിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രെയിൻ ഫുൾ സാച്ചുറേറ്റഡ് ആയതുപോലെ തോന്നും. പിന്നെ ബ്രെയിനിലൊന്നും കയറണില്ല. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു ടോപ്പിക്കൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒട്ടും കയറാത്തൊരവസ്ഥ. അങ്ങനെ തലേന്ന് രാത്രി ഇരുന്ന് നോക്കിയിട്ട് ഒന്നും കയറണില്ല. നാളെ ആണെങ്കിൽ എക്സാമുമാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വെച്ചു. ഇനി ഇവിടെ ഇരുന്നിട്ട് വെറുതെ കാര്യമില്ല, ഉറക്കം കൂടി പോവാം, പഠിക്കാനും പറ്റണില്ല എന്നല്ലാതെ വേറൊരു കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ പക്ഷെ അത് പൂട്ടി വെച്ചു. രാവിലെ എഴുന്നേറ്റ് പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കിടന്നിട്ട് അങ്ങനെ നമുക്കങ്ങനെ ഉറക്കം കിട്ടില്ല അല്ലേ. ഒന്നും കംപ്ലീറ്റ് ആവാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഉറക്കം കിട്ടില്ല. അപ്പോൾ പക്ഷേ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പോയി. എനിക്ക് തോന്നുന്നു ഒരു 3:30-4 മണി ആ സമയത്താണ് ഞാൻ എഴുന്നേറ്റു, മുഖമൊക്കെ കഴുകി പഠിക്കാനിരുന്നു. അപ്പം ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. കാരണം അത്രയും നേരം ഇങ്ങനെ രാവിലെ എന്തായിരുന്നു എക്സാം, രാവിലെ എക്സാം കഴിഞ്ഞു, ഉച്ച മുതൽ വന്നിരുന്ന് ഇങ്ങനെ പഠിക്കുകയാണ് അടുത്ത ദിവസത്തേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും ലാസ്റ്റ് ആയപ്പോഴേക്ക്, രാത്രി ആ സമയമായപ്പോഴേക്ക് ഫുൾ ഒന്നും ഇനി കയറണില്ല, പറ്റണില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയതായിരുന്നു. പക്ഷെ രാവിലെ അത്രയും നേരം ഇരുന്ന് പഠിച്ച ഒരു കാര്യം രാവിലെ ഒരു അരമണിക്കൂറുണ്ട് പെട്ടെന്ന് ആ കാര്യം മനസ്സിലായി. എനിക്ക് ശരിക്കും അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇന്നലെ രാത്രി എന്തുമായിരുന്നു അല്ലേ, ഇന്നലെ രാത്രി തലകുത്തിരുന്ന് പഠിക്കാൻ നോക്കിയ കാര്യം പോലും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ രാവിലെ എന്താ പറ്റിയത്, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോഴാണ് വിചാരിച്ചത് എന്തോ ഒന്നും ഉണ്ടാവും അല്ലേ. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 4-5:30 ആ ഒരു ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഭയങ്കര പ്യുവറായിരിക്കും, ഭയങ്കര കാമായിട്ടുള്ളൊരു സമയമായിരിക്കും. ആൻഡ് നമ്മളുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി പോസിറ്റീവ് എനർജി ആയിരിക്കും. ആൻഡ് നമ്മളുടെ മൈൻഡ് നമ്മൾ ഫുൾ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് നമ്മളുടെ എൻവയോൺമെൻറ്റ് ഭയങ്കര കാമായിട്ട്, ഒരു ചുറ്റുപാടൊന്നും ഒരു ഇല വീണാൽ പോലും കേൾക്കുന്ന അത്രയും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാത്രി അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തെ സമയത്ത് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും നമുക്ക്. നമ്മൾ അടുത്ത റൂമിൽ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് TV കാണുന്നുണ്ടാകും, അവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടാകും, അവിടുന്ന് ഇവിടുന്ന് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് പാട്ടുണ്ടാകും, ബഹളം ഉണ്ടാകും അല്ലേ. ഒന്നും വേണ്ട, നമുക്കിപ്പോൾ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ സോഷ്യൽ മീഡിയ ആണല്ലേ. നമുക്ക് ആരുടെയെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കൊന്ന് Instagram കയറാൻ തോന്നും, എന്താണ് ആരുടെയെങ്കിലും പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ടോ നമ്മൾ നോക്കും. പക്ഷേ രാവിലത്തെ ഈ സമയത്ത്, ഈ ഒരു പുലർച്ചെ സമയത്ത് പഠിക്കാനിരിക്കുന്ന കുട്ടികളല്ലാതെ ആരും വന്നിരുന്ന പോസ്റ്റൊന്നും ഇടില്ല അല്ലേ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പം കംപ്ലീറ്റ് എല്ലാ ഡിസ്ട്രാക്ഷനും ഒഴിഞ്ഞിരിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ കോൺസെൻട്രേഷൻ ഇരിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മളുടെ വിൽ പവർ എന്ന് പറയുന്നത് ആ സമയത്ത് മാക്സിമം ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ആൻഡ് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടി കിട്ടും. കാരണം മൊത്തത്തിൽ പോസിറ്റിവിറ്റിയാണ്, നമ്മൾ തന്നെ കാമാണ്. കാരണം നമ്മൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, ഒന്ന് ഫ്രഷ് ആയിട്ടാണ് എഴുന്നേക്കുക അല്ല, ഫുള്ളി ഫ്രഷ്ഡ് ആണ്. തലയിൽ കഴിഞ്ഞ ദിവസത്തെ ഒന്നും തന്നെ ഇല്ല. ഇനി പുതിയ കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ പേജ് പോലെ ആയിരിക്കും നമ്മളുടെ ബ്രെയിനും നമ്മളുടെ മൈൻഡും ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ തന്നെ അവിടെ പതിയും.
ഓക്കെ, കാരണം തലയിൽ ഇങ്ങനെ ഇരുന്ന് ഇട്ടിട്ടിട്ടിട്ടിട്ട് ബ്രെയിനാകെ അങ്ങോട്ട് എന്താ എടുക്കണം എന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലായിരിക്കും. പക്ഷെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ക്ലീൻ പേജിൽ നിങ്ങൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അത് അങ്ങനെ തന്നെ അബ്സോർബ്ഡ് ആവും. ഓക്കെ, ആൻഡ് നമ്മളുടെ ക്രിയേറ്റീവ് എബിലിറ്റി മാക്സിമം ആയിരിക്കും. നമുക്ക് പല കാര്യങ്ങൾ പല രീതിയിൽ പഠിക്കാം അല്ലേ, കണക്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് പഠിക്കാം അല്ലേ. നമ്മൾക്ക് ക്രിയേറ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതായത് വളരെ എന്താ പറയുക, ക്വിക്കായിട്ട് ആ കാര്യത്തിന് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഇത് മിസ്സിൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും നേരത്തെ തന്നെ കിട്ടണം എന്നുള്ളതുകൊണ്ടുകൂടിയാണ് മിസ്സ് വീണ്ടും ഈ കാര്യം പറയുന്നത്. ഓക്കെ, ആരോടൊക്കെയോ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ കാര്യം കിട്ടണം, നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് മിസ്സ് ഇത് വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും, എനിക്കറിയാം എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണ്, രാവിലെ ഈ ഒരു സമയത്ത് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ അർച്ചന മിസ്സ് പറഞ്ഞിട്ടുണ്ട്, മിസ്സ് ഇത്ര കാര്യമായിട്ട് പറഞ്ഞതല്ലേ എന്നാൽ എഴുന്നേറ്റിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരുന്ന് അങ്ങനെ ചെയ്യാതെ എഴുന്നേൽക്കുക, ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവുക, ഒന്ന് കോഫിയൊക്കെ കുടിച്ച് ഇരിക്കുക. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. കാരണം പ്രത്യേകിച്ച് ഇപ്പം നമ്മളുടെ എക്സാമൊക്കെ ആവാറായില്ലേ, നമുക്കിനി ഡിസ്ട്രാക്ഷൻസിനൊന്നുമുള്ള ടൈമില്ല. കുറച്ച് സമയം നമുക്ക് എന്താണ് വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം നമ്മളൊരു ഡേ ടൈമിൽ നമ്മളൊരു 8 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും. ഓക്കെ, എന്നിട്ട് മിസ്സിനോട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നിങ്ങളിത് വൃത്തിയായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ തലേന്ന് ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം, അതായത് തൊട്ട് മുന്നത്തെ ദിവസം നിങ്ങൾ എത്രയോ മണിക്കൂർ എടുത്ത് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾക്കൊരു 1 hour കൊണ്ട് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ ഇരിക്കുന്ന ടൈം, രാവിലെ നമ്മൾ ഇരിക്കുകയാണ്, വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചു എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ ഇരിക്കുന്ന മുഴുവൻ സമയം നമ്മൾ പഠിക്കുകയായിരുന്നോ? ഇല്ല. നമ്മൾ കുറച്ചിങ്ങനെ ആലോചിക്കും, ഇടയ്ക്ക് നമ്മൾ ഏതോ ലോകത്തൊക്കെ പോവും. ആൻഡ് കുറച്ച് നമുക്ക് എന്താണ്, ചിലപ്പോൾ അവിടെ നിന്ന് അമ്മ എന്തെങ്കിലും പറയുന്നുണ്ടാവും, അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടാവും, ചിലപ്പോൾ താഴെയിൽ ഏതെങ്കിലും മൂവി പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത റൂമിൽ എന്തെങ്കിലും മൂവി പ്ലേ ചെയ്യണമെങ്കിൽ ആ മൂവി ഏത് ആ മൂവിയിൽ ആക്ടേഴ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഏത് മൂവിയാണ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പറയുമ്പോൾ പഠിക്കാനിരിക്കുകയാണ് അല്ലേ. ചിലപ്പോൾ നമുക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ ആരെയും പുതിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, എനിക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, എൻ്റെ പോസ്റ്റിന് എത്ര ലൈക്കായി, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒരു രാവിലത്തെ നമ്മളുടെ ഈ ഒരു ബ്രഹ്മ മുഹൂർത്ത എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവായിട്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ പ്യുവറായിരിക്കും, കാമായിരിക്കും, പോസിറ്റീവായിരിക്കും, ഫുൾ കോൺസെൻട്രേഷനോട് കൂടി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ ഒരു 1.5 മണിക്കൂർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മിസ്സിനെ അറിയിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.